ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരണം. എന്താ വിശേഷം? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് മറന്നുപോയോ? ഇന്ന് ബാബുവിന്റെ ജന്മദിനമാണ്. ഓ, ഞാനതങ്ങ് മറന്നു. നീ പോയിക്കോ, ഞാൻ ഉടനെ വന്നേക്കാം. അയ്യോ, പോസ്റ്റ്മാനൊന്നും അല്ല, അത് അവന്റെ പണിയാ. നീ അടുക്കള പൂച്ച കയറുന്നാ തോന്നുന്നേ. നീ ഓടി ചെല്ല്. ആഹാ, അമ്മേ, ഇത് പൂച്ചയൊന്നുമല്ല, ഒരു കുറുക്കനാ. നിങ്ങൾ കൈ കഴുകി, ഞാൻ ചോറ് വേണം. അവർക്ക് ഇപ്പോഴും കുട്ടികൾ മാറിയിട്ടില്ല. സുമിത്രയെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത ഞാൻ പറയാം. എനിക്കെന്ത് സമ്മാനം തരും? എന്റെ വക പായസം രാജേട്ടന്. എങ്കിൽ ഞാൻ പറയാം. സുമിത്ര ഒരു ടീച്ചറാകാൻ പോകുന്നു. എന്താ വിശ്വാസമായി? അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുന്ന വഴിക്ക് പോസ്റ്റ്മാൻ തന്നാണ്. ഒന്നാം തീയതി ജോയിൻ ചെയ്യണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇനി 4 ദിവസം കൂടിയുള്ളൂ. അതിനു മുമ്പ് അവൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കണ്ടേ? നീ തന്നെ പോയി എല്ലാം ഒന്ന് ശരിയാക്കണം. മറ്റാരും ഇവിടുന്ന് പോകാനില്ലാത്തോണ്ടാ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ അമ്മായി? നിന്റെ അച്ഛനെ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. അതിന് അച്ഛനെ പുറത്തിറങ്ങാൻ സമയം വേണ്ടേ? ഇനി നിങ്ങളുടെ വിവാഹം കൂടി നടന്നു കഴിഞ്ഞ് എനിക്ക് സമാധാനമായി. ഈ ജോലിയിൽ ഞാനൊന്ന് ചൂടുറപ്പിച്ചോട്ടെ അമ്മേ. കൊച്ചുകുട്ടിയാന്നാ ഇപ്പോഴും ഉള്ള വിചാരം. എന്ന് ഞാൻ പോട്ടെ അമ്മായി. ഒന്ന് നിൽക്കൂ രാജേട്ടാ. രാജേട്ടാ, ഒരു ഉപകാരം ചെയ്യുമോ? എന്താ? ഇവൾ കൂടി എന്തെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുക്കുമോ? നോക്കാം. ഇനി നീയും കൂടി പോയി കഴിഞ്ഞാൽ നിന്റെ അടുത്തിരിക്കുമ്പോഴാണ് എന്റെ വേദനകൾ അല്പമെങ്കിലും മറക്കുന്നത്. ദുരിതം മാത്രമേ ഞങ്ങൾക്ക് കൂട്ടുള്ളൂ. ഇന്ന് വീട്ടിൽ പട്ടിണിയാ. അരി വാങ്ങിക്കാൻ പണം വേണ്ടേ? അച്ഛൻ പനി പിടിച്ച് കിടക്കോ? ഓഹോ, എന്നിട്ട് നീ എന്തേലും നേരത്തെ പറയുന്നത്? അമ്മയോട് അരി വാങ്ങിക്കൊണ്ടുപോയി കഞ്ഞി വെക്കൂ. വേണ്ട, അച്ഛൻ അറിഞ്ഞാ എന്നെ തല്ലിക്കൊല്ലും. പട്ടിണി കിടന്നാലും ആരോടും കടം വാങ്ങിക്കരുതെന്ന് അച്ഛന് നിർബന്ധം. അച്ഛനൊന്നും അറിയില്ല. നീ വാ, അരി ഞാൻ തരാം. വേണ്ട സുമിത്രേ, പട്ടിണിയായിരുന്നു പരിചയമുള്ളതുകൊണ്ട് ഒന്നും സാരമില്ല. നിന്നോടാവൊന്നും ചോദിച്ചില്ല. പിന്നെ നാളെ ആറ്റി കുളിക്കാൻ പോവാൻ നീ ഇതുവഴി വരില്ലേ? വരാം. ഇനി 2-3 ദിവസമല്ലേ നിന്നോടൊത്ത് കുളിക്കാനാവും. സുമിത്ര നാളെ പോവാണ്. എല്ലാം കൊണ്ടും അവള് ഭാഗ്യവതിയാ. മോള് കഞ്ഞി കുടിച്ചോ? എനിക്ക് നല്ല വിശപ്പില്ല. ഇത് ഉച്ചയ്ക്കും നീ ഒന്നും കഴിച്ചില്ലോ മോളെ. എന്താ ഇത് കഴിച്ചോ? വേണ്ടച്ചാ, അച്ഛൻ കഴിച്ചോ. എനിക്ക് വിശപ്പില്ല. മോളെ സൂക്ഷിച്ചോണം. അന്യനാടാണ്. ഇവിടെ ഉള്ളവരെ പോലെ ആയിരിക്കില്ല അവിടുത്തെ ആൾക്കാര്. ചെന്നാൽ ഉടനെ കത്തയക്കണം കേട്ടോ. ഇനിയും താമസിച്ച സന്ധ്യ കഴിയും അവിടെ എത്താൻ.
ഇങ്ങനെയാണ് എന്നെ യാത്രയാക്കുന്നത്? ഒന്ന് ചിരിച്ചേ. നീ ചിരിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് പോവാൻ. പോയിട്ട് വാ മോളെ. ഇനി ഹോസ്റ്റലായില്ലേ രാജേട്ടാ? ഹോസ്റ്റലോ? നിന്നെ വല്ല ഹോസ്റ്റലിലും കൊണ്ടിടാൻ എനിക്ക് കഴിയുമോ മോളെ? എന്നിട്ട് അമ്മയോട് പറഞ്ഞത് ഹോസ്റ്റലാണെന്നല്ലേ? നീ സുരക്ഷിതമായിരിക്കണം. എനിക്ക് നിന്നെ സ്വതന്ത്രമായി വന്ന് കാണാൻ കഴിയണം. അങ്ങനെയുള്ളൊരു വീട്ടിലേക്കാ നമ്മൾ പോകുന്നത്. ആഹാ, രാജനോ? ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. സുമിത്ര അല്ലേ? അതെ. വരൂ, ഇരിക്കും. സ്വന്തം വീട് പോലെ ഇവിടെ കഴിയാം. അധികം പേരൊന്നുമില്ല. ഞാനും എന്റെ മോൻ സതീഷും അവന്റെ ഭാര്യ ഒരു കുഞ്ഞും. ആ, ഞാൻ ആ കാര്യം മറന്നു. സതീഷ് മാലിന്യ എവിടെ? ആ, അവർ രണ്ടുപേരും കൂടെ അവളുടെ വീട്ടിൽ പോയിരിക്കുക. അത്യാവശ്യമായി ചെല്ലണമെന്ന് പറഞ്ഞ് കത്ത് വന്നിരുന്നു. വൈകുമ്പോഴേക്കും എത്തും. സുമിത്ര ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. തനിയെ ഇവിടെ എങ്ങനെയാ കഴിയുക? തനിയല്ലല്ലോ, സതീഷും ഭാര്യയും കുഞ്ഞും ഒക്കെ ഇല്ലേ? ഇങ്ങോട്ടാണ് വരുന്നതെന്ന് രാജേട്ടന് നേരത്തെ പറയാറുന്നില്ലേ? നീ ഇവിടെ ഒന്നും ഭയപ്പെടണ്ട. യു വിൽ ബി പെർഫെക്റ്റ്ലി സേഫ് ഹിയർ. ഞാനല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. സുമിത്രയുടെ കാര്യം രാജ്യം പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പറയുമായിരുന്നു. മുറപ്പെണ്ണാണെന്നും വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ. മോള് വാ, മോൾക്ക് മുറി കാണിച്ചു തരാം. കുളിച്ച് വസ്ത്രമൊക്കെ ഒന്ന് മാറ്, യാത്രാക്ഷീണം മാറട്ടെ. ഇന്ന് പോകണ്ട രാജേട്ടാ. എടുക്കണേ, എനിക്ക് അവിടെ ചെന്നിട്ട് ഒരുപാട് പണിയുണ്ട്. നാളെ നിന്നെ സതീഷ് സ്കൂളിൽ കൊണ്ടാക്കും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാ കാര്യവും ഞാൻ അമ്മയടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ലേ? പിന്നെന്താ? അതല്ല രാജേട്ടാ, ഇവിടെ എന്തോ ഒരു വല്ലാത്ത വിഷമം. അതെല്ലാം മാറിക്കൊള്ളും. പിന്നെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. മറ്റൊരാളുടെ വീടാണെന്ന് ഓർമ്മ വേണം. ആ, വീട്ടിലേക്ക് കത്തയക്കുമ്പോ ഹോസ്റ്റലിലാണ് താമസം എന്ന് എഴുതിയാൽ മതി. അല്ലെ അമ്മ വേദനിക്കും. വരട്ടെ. നീ ഒന്ന് സന്തോഷമായിട്ടിരിക്കും. യാത്രയൊക്കെ സുഖമായിരുന്നു മോനെ? മോനെന്തേ അമ്മേ? ഓ, എന്തൊരു കരച്ചിലായിരുന്നു. ദേ ഇപ്പൊ കിടന്നുറങ്ങി. ഇടയ്ക്ക് കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയി, അതാ വരം വൈകിയത്. രാജൻ വന്നിരുന്നു അമ്മേ? വന്നിട്ട് പോയി. ഞാൻ വന്നിട്ട് അവനെ വിടാവുന്ന അമ്മയോട് പറഞ്ഞിട്ടല്ലേ പോയത്? ഞാൻ നിർബന്ധിച്ചതാ മോനെ. എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് വേഗം പോയി. അതൊക്കെ അവന്റെ ഒരു അടവല്ലേ? ഇവിടേക്ക് ഇഷ്ടപ്പെട്ടോ? ഇതാ കക്ഷി. സുമിത്രയെ കാണാൻ ധൃതി പിടിച്ച് വരികയായിരുന്നു. തനിയിരുന്ന് മുഷിഞ്ഞു കാണും അല്ലേ? ഏയ്, അതൊന്നുമില്ല. എങ്ങോട്ടാ? നമ്മുടെ വെഡിങ് ആൽബം സുമിത്ര ഒന്ന് കാണിക്കട്ടെ. ദേ, മണി 10 വേഗം വന്നേക്കണം, ഇല്ലേ ഞാൻ കിടന്നുറങ്ങും. ഗുരുവായൂരമ്പലത്തിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം. വലിയ ആർഭാടമായിരുന്നു. ഇത് മേക്കപ്പ് റൂമിൽ വെച്ചെടുത്താണ്. ഇത് അമ്പലത്തിലേക്ക് പോകുമ്പോൾ കാറിൽ കയറുന്നത്. ദേ, ഇതാണ് എന്റെ അച്ഛനും അമ്മയും. ഈ നിൽക്കുന്ന ആങ്ങളാ. ദേ നിൽക്കുന്ന രാജേട്ടൻ. നിന്നെ തല്ലി കൊല്ലുപടി. ആരോട് കള്ളം കള്ളം പറയുന്നത് കടുവട മോളെ. നിന്നെ കൊല്ലുപടി പറയില്ലല്ലേ? പേടിയാവുന്നുണ്ടാവുമല്ലേ? സാരമില്ല, 1-2 ദിവസത്തിനകം പേടിയൊക്കെ മാറിക്കൊള്ളും. ഒരു തെമ്മാടി അവിടെ താമസിക്കുന്നുണ്ട്. അയാൾ ഭാര്യയെ മര്യാദ പഠിപ്പിക്കുന്നതാ. ആ കഥകളൊക്കെ പിന്നെ പറയാം. സുമിത്ര കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
വേഗമാട്ടെ, സതിയേട്ടൻ പോകാൻ ധൃതി കൂട്ടുന്നു. ചേച്ചിയുടെ വാ, എനിക്കൊരു കൂട്ടാവുമല്ലോ. നീ എന്തിനാ പേടിക്കുന്നേ? സതിയേട്ടൻ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കി ഹെഡ് മാസ്റ്റർ ഏൽപ്പിച്ചിട്ട് ഓഫീസിലേക്ക് പോകും. ചെല്ലുമോളെ. വരട്ടെ അമ്മേ, വരട്ടെ. ടീച്ചർ. എന്താ സാർ? പുതിയ ടീച്ചറാ, സുമിത്ര. ഹലോ. എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളു. ശരി, വരൂ. പ്ലീസ് കം. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. എന്നെ പരിചയപ്പെടുത്താം. പേര് സുമിത്ര. ഇന്നു മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഞാനാണ്. എന്നെക്കുറിച്ച് ഇനിയും എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കാം. ടീച്ചറിന്റെ വീട് എവിടെയാ? തൊടുപുഴ. ടീച്ചറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയും ഒരു കൊച്ചനിയനും. ടീച്ചർ കല്യാണം കഴിച്ചാണോ? ആർക്കാ അറിയേണ്ടത്? ആരാ ചോദിച്ചത്? ദൈവനാ ടീച്ചർ. കുട്ടിയുടെ പേരെന്താ? പങ്കജാക്ഷൻ. എഴുന്നേക്കൂ. പങ്കജാക്ഷൻ എന്താ അറിയേണ്ടത്? ടീച്ചർ കല്യാണം കഴിച്ചതല്ല. എന്താ പങ്കജാക്ഷന് നോട്ടമുണ്ടോ? പങ്കജാക്ഷന്റെ വീട് എവിടാ? ഇവിടെ അടുത്താ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ഒരു ചേച്ചിയും. പങ്കജാക്ഷന് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും എത്രയായിരുന്നു മാർക്ക്? പറയൂ. കണക്കിന് 2, ഇംഗ്ലീഷിന് 3, സയൻസിന് 5. മതി മതി. പങ്കജാക്ഷൻ കഴിഞ്ഞ വർഷവും ഈ ക്ലാസ്സിൽ തന്നെയായിരുന്നു അല്ലേ? പങ്കജാക്ഷൻ എന്റെ മുഖത്തേക്ക് നോക്കൂ. ഇങ്ങനെയൊന്നുമല്ല ക്ലാസ്സിൽ ഷൈൻ ചെയ്യേണ്ടത്. പഠിക്കണം. പഠിച്ച് വലിയ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകണം. അങ്ങനെ ഷൈൻ ചെയ്യണം, കേട്ടോ? ഇനിയും ക്ലാസ്സിൽ ഉഴപ്പരുത്. ഇരുന്നോളൂ. ഇത്രയില്ലാത്തൊരു കൊച്ചുകുട്ടിയെ ചേച്ചി. അവൻ ചോദിക്കുക ടീച്ചർ കല്യാണം കഴിച്ചതാണോന്ന്. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെല്ലാം വിളഞ്ഞ വിത്തുകളാ. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ടീച്ചറിന്റെ മുഖത്തൊന്നും നോക്കാൻ പോലും പേടിയായിരുന്നു അല്ലേ? സ്റ്റാഫ് റൂമിലിരുന്ന് ഞാനിതോർത്ത് ഒത്തിരി ചിരിച്ചു. ഒന്നുമില്ല. ഇന്നലെ രാത്രി ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടില്ലേ? അത് ഈ വീട്ടിൽ നിന്നായിരുന്നു. ആ, എന്താ ചോദിച്ചത്? ഒന്നുമില്ല. ശ്രീദേവി എന്ന അവളുടെ പേര്. വളരെ പാവാണ്. കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു കിളിയെ പോലെ ആ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാനാ അവളുടെ വിധി. ഇവിടെ വരാറില്ലേ? നല്ല കാര്യമായി. ഒരിക്കലേ വന്നിട്ടുള്ളൂ. അതിന് കിട്ടിയ തല്ലിന് കണക്കില്ല. അയാളെന്താ അങ്ങനെ? എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ പറയാ? അയാളുടെ സ്വഭാവം അങ്ങനെയാ. ഒരു സന്ധ്യയ്ക്ക് ഞാൻ ഈ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ അയാൾ എന്നെ കൈകാട്ടി വിളിച്ചതാ. അതിന് സതിയേട്ടനുമായി അല്പം കശപിശയുണ്ടായി. പിന്നീട് ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാറേയില്ല. എന്താ അയാളുടെ പേര്? സുകുമാരൻ.
വാ സുമിത്രേ, മോൻ ഇരുട്ടിന് അമൽ സ്പ്രേ വാങ്ങണം. സുമിത്ര ഇവിടെ ഈ സ്കൂളിൽ ടീച്ചറാണോ? കൺഗ്രാജുലേഷൻസ്. വരൂ ടീച്ചറെ, നമുക്ക് പോവാം. നീ അറിയുന്ന ആളാണോ ആ കടക്കാരൻ? ആ, ഞാൻ പഠിച്ച കോളേജിലാ അയാളും പഠിച്ചത്. എന്നിട്ടെന്റെ അയാളോട് നീ ഒന്നും ചോദിക്കാതിരുന്ന? എന്ത് ചോദിക്കാൻ?